ഭൗതിക ലോകത്ത് വജ്ഹത്ത് ഓതാതെ നമസ്കരിച്ച ആളുകൾ എന്തേ വജ്ഹത്ത് ഓതായിരുന്നു? ഞങ്ങൾ മാലിക്കി മദ്ഹബായിരുന്നു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൂല. അതുപോലെ നോക്കൂ, നിങ്ങൾ മാലിക് ഇമാമിന്റെ ശിഷ്യനാണ്. മദ്ഹബിന്റെ ഇമാമുകളിൽ മൂന്നാമനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കേരളത്തിന്റെ സിംഹഭാഗവും ഷാഫി മദ്ഹബുകാരാണ്. ഈ ഇമാം ഷാഫിയുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തെ അന്ധമായി അനുകരിക്കണമെന്നാണോ? അദ്ദേഹത്തിന്റെ മദ്ഹബ് സ്വീകരിക്കണമെന്നാണോ? കുറ്റകരമായ പ്രവർത്തനമാണെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ ഗുരുനാഥനായ ഇമാം മാലിക്കിനെ പോലും അദ്ദേഹം അന്ധമായി അനുകരിച്ചില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാനവറുകൾ ഇവിടെ പറയുന്നു, ഇപ്പൊ നിങ്ങള് ഷാഫി മദ്ഹബ് എന്താണെന്ന് നമ്മുടെ ആളുകളോട് ചോദിച്ചാൽ പറയുക മാ ദഹബ ഇലൈഹി ഷാഫി വസ്വഹാബുഹു എന്നാ പറയാം. ഷാഫി ഇമാം തന്റെ അനുയായികളും പോയ മാർഗമാണ് ഷാഫി മദ്ഹബ്. എന്നാൽ ഷാഫി ഇമാം എന്താ, ഷാഫി മദ്ഹബ് എന്താണെന്ന് പഠിപ്പിക്കുന്നത്? എന്താ ഷാഫി ഇമാമിന് ഈ വിഷയത്തിലുള്ള അഭിപ്രായം? അദ്ദേഹം പറയുന്നത് ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സ്വഹീഹായി ലഭ്യമായാൽ അതാണ് എന്റെ മദ്ഹബ്. ഹദീസിന് വിരുദ്ധമായി വല്ലതും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ മദ്ഹബല്ല. എത്ര കൃത്യമായ അഭിപ്രായമാണിത്! അപ്പോ എനിക്കെതിരെ വല്ല ഹദീസും കണ്ടാൽ നിങ്ങൾ അത് സ്വീകരിക്കണം, ഒരിക്കലും എന്റെ വാക്കിനെ അന്ധമായി അനുകരിക്കരുത് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പൊ ഇതിനൊരു അർത്ഥം എന്താ? ഇമാം ഷാഫി ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന് പറഞ്ഞാൽ, ഹദീസ് സഹിയായാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നമ്മളോടൊന്നും അല്ല പറയുന്നത്, ആ പറയുന്നത് മുജ്തഹിദുകളായ ഷാഫി ഇമാമിനെ പോലെയുള്ള ആളുകളോടാണ്, അവരോടാണ് ആ പറയുന്നത്. നമുക്കത് ബാധകല്ല. ഇപ്പോ ഇവിടെ ഈ പഴയ സാധനങ്ങളൊക്കെ എടുക്കാൻ വരുന്ന ആളുകൾ, ഒരുത്തൻ ഇങ്ങനെ ഒരു വീട്ടിലിങ്ങനെ കയറി ചെന്നിട്ട് ഒരു വയസ്സായ വൃദ്ധയായ ഒരു സഹോദരി ഉമ്മരക്കല്ലുമ്പോ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇവൻ കയറി ചെന്നിട്ട് ചോദിച്ചു, പഴയ സാധനങ്ങൾ വല്ലതും കൊടുക്കാനുണ്ടോ? അപ്പൊ വയസ്സത്തിയുടെ മറുപടി, മൂപ്പരിവടല്ല കടയിൽ പോയിക്കാണ്, ഇപ്പൊ വരുമെന്ന്. പഴയ സാധനങ്ങൾ കൊടുക്കാണ്ടോ ചോദിക്കുമ്പോ വയസ്സായ സഹോദരിയുടെ ധാരണയിൽ മൂപ്പത്തിയാരുടെ പയാപ്പള്ളയാണ് ആ ചോദിക്കുന്നത് എന്നതുപോലെ ഇത്രയും കൃത്യമായി ഇമാം ഷാഫി ഇത് പറഞ്ഞ മദ്ഹബ് ഇതാണ് എന്ന് പറയുമ്പോ പറയുന്നത് അത് നമ്മളോടല്ല, വേറെ ആളെ പറ്റിയാണ്. എന്നാൽ ഷാഫി ഇമാമിന്റെ ഇബാറത്തുകൾ കൃത്യമായി നമുക്ക് പറഞ്ഞു തരാൻ കെൽപ്പുള്ള ഉന്നതന്മാരായ പണ്ഡിതന്മാർ ഇവിടെ പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഷാ വലിയുള്ളാഹി ദഹ്ലവിയെ കേരള മുസൽമാന്മാർ അംഗീകരിക്കും. ആ മഹാനവറുകൾ തന്റെ ഇൻസാഫിൽ പറയുന്നു, ഫഖദ് സ്വഹ്ഹാനി ഷാഫി അന്നഹു നഹാ അൻ തഖ്ലീദിഹി വ തഖ്ലീദി ഗൈരിഹി. ഷാഫി ഇമാം അദ്ദേഹത്തെയും മറ്റുള്ളവരെയും അന്ധമായി അനുകരിക്കുന്നതിനെ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്, പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഷാഫി ഇമാമിനെ തൊട്ട് സഹിയായ പരമ്പരയിലൂടെ ചരിത്രം ബോധ്യമായതാണെന്ന് ഷാ വലിയുള്ള. അതുപോലെ മഹാന്മാരായ ഈ മുസ്നിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഷാഫി ഇമാമിന്റെ സദസ്സിലിരുന്ന് ഇൽമു പഠിച്ചവരാ. മുസ്നി പറയുന്നത് എന്താണെന്നറിയോ? ഷാഫി ഇമാമിന്റെ ഗ്രന്ഥ അറിവിൽ നിന്നാണ് ഞാൻ ഈ മുഖ്തസർ മുസ്നി രചിക്കുന്നത്. ഷാഫി ഇമാമിനെയോ മറ്റ് പണ്ഡിതന്മാരെയോ അന്ധമായി അനുകരിക്കരുത് എന്ന് ഇമാം ഷാഫി കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണിത് പറയുന്നത്. ഇത്രയൊക്കെ കൃത്യമായിട്ടും പറയുന്നു അത് ഷാഫി ഇമാം വേറുള്ള ആളുകളോട് പറഞ്ഞതാണ്. പറഞ്ഞാൽ നടക്കുവോ? ഷാഫി ഇമാമിന് ഈ രൂപത്തിൽ പറയേണ്ട കാര്യമില്ലല്ലോ. മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഒരൊറ്റ ഇമാമും ഇവർ ഈ പറയുന്ന അഭിപ്രായം പറഞ്ഞില്ല. മാത്രമല്ല ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇറാഖിൽ നിന്ന് മിസ്രിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ മാലിക്കി മദ്ഹബുകാരായ ആളുകളാ കൂടുതലുള്ളത്. അവര് ഷാഫി ഇമാമിനെ കാണുന്നു, പടച്ചവരെ ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? മാലിക്കി ഇമാമിന്റെ ശിഷ്യനായിരുന്നല്ലോ ഈ ഷാഫി. മാലിക്കി ഇമാമിന്റെ മദ്ഹബ് സ്വീകരിക്കാതെ അദ്ദേഹത്തിന് എതിരാ പറയുന്നത്. വജ്ജ് തോതൽ കറാത്താണെന്നല്ലേ നമ്മുടെ മദ്ഹബ്. ഈ കുട്ടി വന്നിട്ട് പറയുന്നു സുന്നത്താണ്. അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടേണ്ടത് ഹൃദയത്തിന്റെ ഭാഗത്താണ് എന്ന് ഷാഫി ഇമാം പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ വേണ്ടാന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ കുട്ടിക്ക് എന്താ പറ്റുന്നത്? ഫിഖിന്റെ ഷാഫി മദ്ഹബിലെ ഫിഖ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം ഹൃദയത്തിന്റെ മുകളിലാണ് വെക്കേണ്ടത്. എങ്ങനെ?
നമ്മൾ ഒരു പക്ഷിയെ പിടിച്ച് അത് പാറിപ്പോകുമോ എന്ന ധാരണയിൽ അതിനെ സൂക്ഷിച്ചു പിടിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് ഹൃദയം മറ്റു ഭാഗത്തേക്ക് തിരിയാതെ അള്ളാഹുവിലേക്ക് നേരിടുന്ന ഒരു സാഹചര്യം നമ്മുടെ ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് നാം ഉണ്ടാക്കി തീർക്കണമെന്ന് ഫിഖഹിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആളുകൾ പറയുന്നു, കുറച്ച് ആളുകൾ വയറ്റത്താവക്കേണ്ടതെന്ന്. അവരുടെ ഹൃദയം വയറ്റത്തായിരിക്കും, അത്ര ഇതിൽ പറയാൻ പറ്റുള്ളൂ. ഹൃദയം എവിടെയാണ് അവിടെ വെക്കുക, വലിയ തർക്കമൊന്നും പുതിയ വിഷയത്തിൽ ആവശ്യമില്ല. അപ്പൊ ഏതായിരുന്നാലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മാലികി ഇമാമിന് വിരുദ്ധമായ ഫത്വകൾ ഇങ്ങനെ പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, ഈ കുട്ടിക്ക് എന്താ കുരുത്തക്കേട് പേടിക്ക്, കുരുത്തക്കേടും കുരുമുളകും എന്നൊക്കെ പറഞ്ഞാൽ പഴക്കം ചെല്ലും തോറും അതിന്റെ വീര്യം എങ്ങനെ കൂടി വരും. അവസാനം ഇവര് പറഞ്ഞു, പടച്ച തമ്പുരാനോട് ദുആ ചെയ്തു. ഇമാം ദഹബി തന്റെ സിയറു ആലാമിൻ നുബലയിൽ പറയുന്നത് എന്താണെന്നറിയോ? മാലിക്കി മദ്ഹബുകാരായ വലിയ മൊയ്ലിയാക്കന്മാരിൽപ്പെട്ട ഒരു അഷ്റഫ് ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മൗലാന സുജൂദ് കിടന്നിട്ട് മൂപ്പര് നിലവിളിച്ച് ദ്വാർക്കുക, അല്ലാഹുമ്മ അമിത് ഷാഫി ലാ യദ്ഹബു ഇൽമു മാലിക്. പടച്ചവനെ, ഈ ഷാഫിനെ എത്രയും പെട്ടെന്ന് മരിപ്പിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ മാലിക്കി മദ്ഹബ് വെള്ളത്തിലായി പോകും. അള്ളാഹിനോട് ദ്വാർക്കുക. ഇത്രയും മദ്ഹബി പക്ഷപാതം അക്കാലത്തുണ്ട്. മഹാനായ ഷാഫി ഇമാം ഇതറിഞ്ഞപ്പോ എന്താ പറയുന്നത്? മഹാനവറുകൾ പറഞ്ഞു, തമന്നാരി ജാലുൻ അന്ന മുഹ്താ വ ഇന്നമുത് ഫതിൽകാ സബീലുൽ ലസ്തു ഫിഹാ ബിഔഹദാ. ആളുകൾ എന്റെ മരണത്തെ ആഗ്രഹിക്കുകയാണല്ലോ പടച്ചവനെ, മരണത്തിന്റെ കവാടത്തിലൂടെ എല്ലാവരും കടന്നു പോവേണ്ടവരാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് കരയുകയാണ് ഇമാം ഷാഫി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കലും ഇവിടെ അന്ധമായി മഹാനവറുകളെ അനുകരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ കേൾക്കാറില്ല എന്തായാലും. എങ്കിൽ പിന്നെ ഈ സാധാരണക്കാരായ നമ്മളൊക്കെ ഈ ഖുർആനും ഹദീസും ഒക്കെ